ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ 23-ാം ദിവസത്തെ നാരായണ ധർമ്മ പഠനം സമാരംഭിക്കുകയാണ്. നമുക്ക് ഗുരുധ്യാനത്തോടു കൂടി ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം, പഠനം തുടങ്ങാം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. തൃതീയ സർഗം 3-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങളാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. അതുകൊണ്ട് ധർമ്മപഞ്ചകം ആണ് ഇന്നത്തെ വിഷയം. കേൾക്കുമ്പോൾ തന്നെ ധർമ്മപഞ്ചകം അറിയാത്തവരെന്താണ്? 5 ധർമ്മങ്ങൾ മനുഷ്യൻ അനുവർത്തിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തത് അഹിംസയാണ്. എന്താണ് അഹിംസയെക്കുറിച്ച് ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്? അഹിംസ പരമോ ധർമ്മ സർവധർമ്മേഷു സുഹൃത ബുദ്ധദയോ മഹാത്മനോ യയാഭു പരമപദം. ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായ ധർമ്മം അഹിംസയാണ്. കൊല്ലരുതെന്നാണ് പച്ചമലയാളം. ഹിംസിക്കരുത്, മനസ്സാ വാച കർമ്മണ ഹിംസിക്കരുത്. ബുദ്ധഭഗവാനെ പോലുള്ള മഹാത്മാക്കൾ അഹിംസ എന്ന 3 അക്ഷരം കൊണ്ട്, ആ ധർമ്മം കൊണ്ട് പരമപദത്തെ പ്രാപിച്ചു എന്നറിയണം. രണ്ടാമത്തത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. സത്യം ചെയ്യുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, പക്ഷെ അത് പാലിക്കുന്നുണ്ടോ? ഇല്ല. സതി സാധു ഭവേ സത്യം സത്യം ബ്രഹ്മസനാതനം സത്യേഷ്ട തിലോകോയം വദേ സത്യം നജാനൃതം. സത്യം ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. മനുഷ്യ സത്യം പറയണം. അത് ബ്രഹ്മസനാതനമായ മാറ്റമില്ലാത്ത ഒന്നാണ് സത്യം. സത്യനിഷ്ഠയുള്ളവനെ ബ്രഹ്മപദത്തിലേക്ക് ഉയർത്തും എന്നതാണ് മഹാന്മാരായിട്ടുള്ള സത്യനിഷ്ഠന്മാരുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഗുരു പറഞ്ഞിരിക്കും. അത് മനസ്സിലായോ? മനസ്സിലായി. അടുത്തതിലേക്ക് പോകാം. അസ്തേയം. എന്താണ് അസ്തേയം? വാക്കിന്റെ അർത്ഥം മോഷണം എന്നാണ്. പലതരം മോഷണങ്ങളുണ്ട്. ഗുരുസ്വാമികൾ എന്താ പറഞ്ഞത്? പരസ്വാഹ തിതച്ചിത്ത വർജിതായ സംജിത സ്തേയാൻ മാനക്ഷതി സ്ത തസ്മാദസ്തേയം സർവദാചരേത്. മോഷ്ടിക്കരുത്. ഒന്നും മോഷ്ടിക്കരുത്. മോഷ്ടിക്കാൻ എന്തെങ്കിലും തോന്നി അപ്പം ഈ പറയുന്ന കാര്യം ഓർത്താൽ മതി. എന്താ മോഷ്ടിക്കുമ്പോൾ ഈ കാര്യം ഓർക്കാൻ പറഞ്ഞത്? അസ്തേയത്തിലെ മോഷണം എല്ലാ ആപത്തുക്കൾക്കും കാരണമാകും. നമുക്ക് ആപത്തുണ്ടോ? അത് മോഷണത്തിൽ നിന്നുണ്ടാവും. മാത്രമല്ല, മോഷ്ടിക്കാതെ ഇരിക്കുന്നത് ഐശ്വര്യമാണ്. അതുകൊണ്ട് മോഷണം കൊണ്ട് ഭവിക്കുന്ന മാനഹാനി, അതിനാൽ മോഷ്ടിക്കരുത്. മോഷണം കൊണ്ട് ഭവിക്കുന്നത് മാനഹാനിയാണ്. അതുകൊണ്ട് മോഷ്ടിക്കരുത്. ഉറപ്പിച്ചോളൂ. ഒരു സാധനം അന്യൻ്റെ മുതൽ മോഷ്ടിക്കരുത്. മോഷ്ടിക്കാതിരുന്നാൽ നിങ്ങൾക്കെല്ലാം ഉണ്ടായി വരും, ശ്രേയസ് ഉണ്ടാവും എന്നത്രേ ഗുരുസ്വാമികൾ നമ്മളോട് പറയണത്. ഇന്നത്തെ കാലത്ത് മോഷ്ടാക്കളുടെ എണ്ണമൊക്കെ കൂടി വരികയാണ്. അപ്പോൾ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ വാക്ക് പാഴായോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് പാഴാവണ വാക്കല്ല, സത്യവാക്കാണ്.
നാലാമത്തത് അവ്യഭിചാരം, വ്യഭിചരിക്കരുത്. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും വ്യഭിചരിക്കരുത്. എന്താ ഗുരുസ്വാമി പറഞ്ഞത്? സ്ഥാനമാന ധനജ്ഞാന ചാരാണാം സ്വകുലസ്യ ച പ്രാണസ്യ കാലികോ നാശോ വ്യഭിചാരേണ ജായതേ. വ്യഭിചരിക്കാൻ പോണയാക്ക. സ്ഥാനം, മാനം, ധനം, ജ്ഞാനം ഇതെല്ലാം നശിച്ചു പോകുന്നു. മാത്രമല്ല അയാളുടെ കുലം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് എല്ലാ മഹാന്മാരും വ്യഭിചാരമില്ലായ്മ ഉണ്ടാവണമെന്നാണ് ലോകത്തോട് പറഞ്ഞത്. നമുക്ക് അഞ്ചാമത്തെ നോക്കാം. എന്താണ് അഞ്ചാമത്തേത്? ഞാൻ പറയണു, മദ്യനിഷേധം. ഈ കുടിക്കരുതെന്ന് തന്നെയാണ്. ഇത് എത്രയോ കാലമായി പറയുന്നു. മാറി വരുന്ന സർക്കാരുകളെല്ലാം നാട് നീളെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും ബാറുകളൊക്കെ തുറക്കുന്ന ഒരു കാലത്താണ് ഞാനിത് പറയുന്നത് എന്ന് എനിക്കറിയാം. നാരായണ ഗുരു അന്ന് പറഞ്ഞു, ഇത് മദ്യം കുടിച്ചാൽ എന്താ കുഴപ്പം? ബുദ്ധൈർവൈകല്യജനകം. ബുദ്ധി വൈകല്യജനകം, ബുദ്ധി വികലമായി പോകും. മദ്യമി ഇത്യുച്ഛതൈ ബുധൈ, മദ്യം കൊണ്ട് ബുദ്ധി കെട്ടുപോകും. മദ്യസേവാം ന കുർവിത, മദ്യം വിഷസമം വിദ്യ. അറിവുള്ളവർക്കറിയാം മദ്യം വിഷത്തിന് തുല്യമാണ്. എത്രയോ ആളുകളാണ് ഈ മദ്യം കഴിച്ച് സ്വന്തം ആരോഗ്യം, സ്വന്തം ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ, കുടുംബത്തിൽ കലഹം, തമ്മിത്തല്ല്, സ്നേഹരാഹിത്യം, കുടിക്കാൻ വേണ്ടി മദ്യപിക്കാൻ വേണ്ടി മോഷണം വരെ ചെയ്യുന്ന കാലമാണ് ഇത് എന്നറിയണം. അതുകൊണ്ട് ഈ ധർമ്മപഞ്ചകം 5 ഞാനിവിടെ പറഞ്ഞു. അത് വീണ്ടും വീണ്ടും കേട്ട് പ്രിയ സഹോദരങ്ങൾ സ്വജീവിതത്തിൽ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3-ാം സർഗത്തിൽ ഇനി 5 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. എന്താ? 1 ദേഹശുദ്ധി. 2 നേരം കുളിക്കണം, നമുക്ക് പച്ച മലയാളം, പല്ല് തേക്കണം. ഇതൊക്കെയാണ് ദേഹശുദ്ധി. വാക്ശുദ്ധി. നാവിൽ നിന്ന് വേണ്ടാത്ത വചനങ്ങൾ വരരുത്. കുഞ്ഞുങ്ങളോടും പ്രായമായവരോടും സദ്ബുദ്ധിയോടുകൂടി നല്ല വാക്കുകളെ പറയണം. കേട്ടല്ലോ? ഭാര്യയോടും ഭർത്താവിനോടും പരസ്പരം വാക്ശുദ്ധിയോടുകൂടി വേണം വർത്തമാനം പറയാൻ. മനഃശുദ്ധി ഇല്ലാത്തവന് മനഃശാന്തി ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാട് മനഃശാന്തി ഇല്ലാത്തവരുടെ നാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ശുദ്ധ മനസ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ആത്മോപദേശത്തിലൊക്കെ നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്ത് പോകുന്നതാണ്. 4-ാമത് ഇന്ദ്രിയ ശുദ്ധി. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ 5 എപ്പോഴും വൃത്തിയാക്കി വെക്കണം. ഇത് 5 നോക്കേണ്ടത് നോക്കിയാൽ മതി, കേൾക്കേണ്ടത് കേട്ടാൽ മതി, മണക്കേണ്ടത് മണത്താൽ മതി, രുചിക്കേണ്ടത് രുചിച്ചാൽ മതി, തൊടേണ്ടടുത്ത് തൊടാവും. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും ശുദ്ധമായി കൊണ്ട് നടന്നാൽ നമുക്ക് രോഗമൊന്നും വരില്ല. നമ്മൾ പഠിച്ചാൽ മതി. മനസ്സിലാവണുണ്ടോ? അപ്പൊ അതാ കാര്യം. 5-ാമത്തത് നമ്മുടെ നാട്ടിൽ ഇന്നില്ലാത്ത സാധനം. വലിയ വീടൊക്കെ പണിത് വയ്ക്കും, പക്ഷെ ഗൃഹശുദ്ധി ഇല്ല. പിന്നെന്ത് ചെയ്യണം? രാവിലെയും വൈകുന്നേരവും 2 നേരവും നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വരനുണ്ടെങ്കിൽ അവിടെ, ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, അടിച്ച് തളിച്ച് രാവിലെയും വൈകുന്നേരവും സുഗന്ധ ധൂപങ്ങൾ, ഈ ചന്ദനത്തിരി പോലെയുള്ള സാധനമോ കർപ്പൂരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുകയ്ക്കണം. അത് ഗൃഹത്തിന് ശുദ്ധി വരുത്തും. ഗൃഹം എപ്പോഴും ശുദ്ധമായിരുന്നാൽ നമ്മുടെ ആത്മശരീരങ്ങൾ ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായ മനുഷ്യനാണ് നാരായണ ഗുരു വിഭാവനം ചെയ്ത എന്തെന്നാ നന്നായ മനുഷ്യൻ. മനുഷ്യൻ നന്നാവുക എന്നതിനപ്പുറം ഒന്നും ഗുരു കരുതിയിരുന്നില്ല. നമ്മുടെ സമയം ഇപ്പോൾ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി.
ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാനിത് നിർത്തിയതിന് ശേഷം ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് നമുക്കതിന് വേണ്ടുന്ന ഉത്തരങ്ങളൊക്കെ തന്നാൽ തൃപ്തിപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തൽക്കാലം യാത്ര പറയുന്നു. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നന്ദി, നമസ്കാരം. ലോകോപകാരാർത്ഥം പൂജാതനായ ഭഗവൽ വാക്കുകളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ശുഭം. ശാന്തി, ശാന്തി, ശാന്തി.